പറഞ്ഞല്ലോ എല്ലാം ആണെങ്കിൽ ഞാൻ മിണ്ടാണ്ട് ഇവിടെ ഇരിക്കും. എല്ലാം ആണെങ്കിൽ W ഉണ്ടെങ്കിൽ മാത്രമേ തുടങ്ങി. ഇത് ഞാൻ എപ്പം എല്ലാ ദിവസവും എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കരുത്. എല്ലാ ദിവസവും ലൈവ് തുടങ്ങുമ്പോൾ ഇത് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. കമോൺ ഔട്ട്ഫിറ്റ് റൈറ്റ്. The first donation, Mohammed Rafiq. Thank you for the 40 rupees super chat, brother. Thank you, brother. Okay, പറ 1 to 10 പറ. വേറെ ആരെങ്കിലും ഔട്ട്ഫിറ്റ് പറഞ്ഞ ആരെങ്കിലും വന്നോ? ആരെങ്കിലും ഇല്ല. എല്ലാവരും എല്ലാ ഔട്ട്ഫിറ്റുമായിട്ട് വന്നിട്ടുള്ളത്. ഞാൻ മാത്രമേ W ഔട്ട്ഫിറ്റിലുള്ളൂ. ഇതെന്ത് ടൗസറാ? പോയി മാറ്റിയിട്ട് പോകാനാ? പറ നിനക്ക് എത്ര പറയുക? ഓ എല്ലാരും 10-9 തന്നെ. എനക്ക് വയ്യ മോനെ, എനക്കിതൊന്നും കാണാൻ കഴിയുന്നില്ല മുത്തേ. RIP എന്താ RIP മുത്തേ? ഓ ഇത് കണ്ടിട്ട് നീ RIP ആയിട്ടുണ്ടോ ചിലപ്പോ? പുതിഞ്ഞാളാ എന്തല്ല അപ്പാ വന്നിട്ടേ. അപ്പൊ സംഭവം എന്താന്ന് വെച്ചാല് ഈ മണ്ടന്മാരെല്ലാരും ടെൻഷനിലാണ്. നാളെ ഇനോഗ്രേഷൻ ആയിക്കൊണ്ട് എല്ലാ മണ്ടന്മാരും ടെൻഷനിലാണ്. അതാണ് ബുദ്ധിങ്ങിയിരിക്കുന്നത് ഇങ്ങനെ പഴം ബുദ്ധിങ്ങിയിരിക്കുന്നത് പേടിച്ചിട്ടാ. നാളെ ഇനോഗ്രേഷൻ സ്റ്റേജിൽ കയറാൻ പേടി. ഞാൻ പിറവംകാരനാ ബ്രോ, കാണാൻ പറ്റുമോ ഒരു പിക്ക് എടുക്കാൻ? നാളെ അതാ ഞാൻ പറഞ്ഞു വരുന്നത്. നാളെ പിറവത്ത് ഇനോഗ്രേഷന് വന്നിട്ട് സ്റ്റേജിൽ കയറാൻ പേടി ഇവന്മാർക്ക്. അതാണ് സംഭവം. ഞാൻ മുന്നേ ഇനോഗ്രേഷന് പോയിട്ടുണ്ട്, പക്ഷെ ഇവന്മാർ ആദ്യമായിട്ടാണ് ഇനോഗ്രേഷൻ അറ്റൻഡ് ചെയ്തത്. ബാക്കി എല്ലായിടത്തും ഗ്യാങ് ഫുള്ള് ഇല്ലേ ഇവിടെ? എത്ര ബാക്കി ആൾക്കാരാടെ? ആദില്, ജാസെ, മുനു എവിടെ? അതല്ല ടെൻഷൻ. അതായത് ഇവന്മാർക്ക് സ്റ്റേജിൽ കയറിയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പിന്നെ ആൾക്കാർ വരുമ്പോൾ ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള പേടി. ഇതെല്ലാം പ്രശ്നം. ഇതെല്ലാം ഇതെന്താ RIP ജൊട്ടാരാടാ? RIP ജൊട്ടാരാ? ആർക്കറിയാം? ഫുട്ബോൾ പ്ലെയറോ? ലിവർപൂളിൽ കളിക്കുന്ന പ്ലെയറോ? ഓ നമുക്ക് അറിയുന്നതാണോ? കണ്ടറിയോ? ജോട്ട അങ്ങനെ 9 ആക്സിഡന്റ് വെച്ചോ? ആക്ച്വലി കാർ ആക്സിഡന്റോ? RIP ജോട്ട സ്പാമേ. RIP ജോട്ട. എല്ലാവരും RIP ജോട്ട സ്പാമേ. ഞാൻ ഇതുവരെ ഈ പ്ലെയറെ കണ്ടിട്ടോ. പക്ഷെ പോർച്ചുഗൽ പ്ലെയറോ? മീൻസ് റൊണാൾഡോനെ വെച്ച് കളിക്കുന്നതാ? ആടിതെല്ലാം ഞാൻ ഒരു കാര്യം പറട്ടെ, പോർച്ചുഗലില് റൊണാൾഡോനെ ഒന്നിച്ച് കളിക്കുന്ന പ്ലെയർ ആയിക്കോട്ടല്ലേ എല്ലാവരും വന്ന് ചൊട്ട സ്പാം ചെയ്ത്, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് സ്പാം ചെയ്യൂല. സംഭവം റൊണാൾഡോനെ എന്താ ആദിൽ ഇന്ന് പാലാ കൊട്ടയം ഉണ്ടായിരുന്നോ? അതിലാണ് പോയിരുന്നത്. അതിലില്ല. I'm from Karnataka. എനിക്ക് പ്ലീസ് ഗാങ്ങിൽ ചേരണം. ഓക്കെ ഞാൻ പറയാൻ മറന്നു. ഗൈസ് 2 minutes silence for ജോട്ട. ഓക്കെ 2 minutes silence. ഓക്കെ സോറി മൈ മിസ്റ്റേക്ക്. എനിക്ക് പ്ലെയറിനെ അറിയാമായിരുന്നു. അവിടെ സംഭവം എന്ന് വെച്ചാൽ ഇത് വേറെ ഏതെങ്കിലും ടീമിലെ ഫുട്ബോൾ പ്ലെയർ ആണെങ്കിൽ അധികം ആൾക്കാർ വന്നിങ്ങനെ പറയില്ല റൊണാൾഡോ ഫാൻസ് ആണ് വന്ന് സ്പാം ചെയ്യുന്നത് കൂടുതലും. അതല്ല ഞാൻ സത്യം പറയില്ല. ആണോ? നിനക്കറിയോ? ആണോ? അപ്പൊ നമുക്കറിയാത്തതാ. സോറി മൈ മിസ്റ്റേക്ക്. ഓക്കെ 2 minutes silence for ജോട്ട. ഫുൾ പേര് ഡിയാഗോ ജോട്ട. ഓക്കെ 2 minutes silence. Start the stream. El streamer part time. ഓക്കെ ആദ്യത്തെ കമന്റ് അതാണ്. എൽ സ്ട്രീമർ പാർട്ട് ടൈം എന്ന് പറയുന്നുണ്ട്. മോനെ എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാണ്ടറിയാം. ഞാൻ ഓട്ടത്തിലാണ്. ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ ഇവിടെ ഇല്ല. ഒരാഴ്ച അല്ല 10 ദിവസത്തിന്റെ അടുത്തായിട്ട് ഞാൻ ഇവിടെ ഇല്ല. മനസ്സിലാവും. ഞാൻ മിനിഞ്ഞാന്നാണ് ഇങ്ങോട്ട് വന്നത്. കൊച്ചിയിലേക്ക് ഞാൻ വന്നത് മിനിഞ്ഞാന്ന്. ഞാൻ ഓട്ടത്തിലാണ്. ഞാൻ ഓരോ കാര്യത്തിന്റെ ഇടയിലും അത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ വ്ളോഗ് വരുന്നുണ്ട്. സ്ട്രീം ഇല്ലാത്തത് നിങ്ങൾ ഇതാക്കണ്ട, നിങ്ങൾ നോക്കണ്ട. എനിക്ക് സ്ട്രീം ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലല്ലാന്ന് ഞാൻ പോകുന്നത്. മനസ്സിലാവും. റേഞ്ച് ഇല്ലാത്ത സ്ഥലം. ഒന്നാമത്തെ കാര്യം ഈ സ്ട്രീം IRL എല്ലാം ഓക്കെ. ഞാൻ പുറത്ത് പോകുമ്പോൾ IRL സ്ട്രീം ചെയ്യാന്ന് വിചാരിക്കാം. IRL ചെയ്യണമെങ്കിൽ കൊച്ചി പോലത്തെ ഉള്ള എന്ത് സിറ്റിയാ? മെട്രോപൊളിറ്റൻ സിറ്റിയിൽ മാത്രമേ ഇപ്പൊ IRL ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതാണ് പ്രശ്നം. എല്ലായിടത്തും നെറ്റിന്റെ ഇഷ്യൂ ഉണ്ട്. മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ വ്ളോഗ് എടുക്കാൻ തീരുമാനിച്ചു. ഞാൻ 2-3 വ്ളോഗ് എടുത്തു വെച്ചിട്ടുണ്ട്. അത് വരും. ഓക്കെ അത് വരും. നാളെ ഇടോ? നാളെ മറ്റന്നാളായിട്ട് ഇടും അല്ലെ? കുറെ വ്ളോഗ്സ് ഉണ്ട്. ഓക്കെ
കുറെ വ്ളോഗ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞ 10 ദിവസം ഞാൻ സ്ട്രീം ചെയ്യാത്തത് നിങ്ങൾ നോക്കണ്ട. പക്ഷേ സ്ട്രീമിന് പകരമായിട്ട് ഞാൻ വ്ളോഗ് എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം എല്ലായിടത്തും റേഞ്ച് ഇല്ല. പിന്നെ എൻ്റെ സ്ട്രീമിംഗ് ഡിവൈസ് ഞാൻ ഡൽഹിയിൽ അയച്ചു കൊടുത്തിട്ടുള്ളത്, കംപ്ലൈന്റ് ആയിട്ട് അയച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫോണിൽ ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര റേഞ്ച് ഇഷ്യൂ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ വ്ളോഗ് എടുത്ത് വെച്ചിട്ടുണ്ട്. ക്യാമറ എടുക്കാൻ പറ്റില്ല. ഞാൻ ഇത് ചെയ്യണമെന്ന് വിചാരിച്ച് പോയതല്ല, ട്രിപ്പ് പോയതല്ല. പക്ഷേ ഞാൻ ക്യാമറ എടുക്കാൻ മറന്നുപോയി. ഫോണിൽ മൊത്തം എടുത്തിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. എഡിറ്റ് ചെയ്തിട്ട് അത് ഇടും. നാളെ മറ്റന്നാളെ ഇടും. ഓക്കെ. സാഹിൽ സജാദിന് ഒരു സലാം പാറാണ്. ഹായ് സാഹിൽ സജാദ്, അസ്സലാം വലൈക്കും. സൗണ്ട് ലാഗ് ഉണ്ടെന്നോ? ഹലോ ഹലോ തൊപ്പി ആദിൽ കോട്ടയം പാല വന്നിരുന്നോ എന്ന് ചോദിക്കുമോ? അതിൽ ഇന്ന് ഡ്രസ് എടുക്കാനും പോയിട്ടുണ്ടായിരുന്നു. പാല കോട്ടയത്ത് എന്താ ആദിലെവിടെ? ആദിലേ ചെക്ക ഉറങ്ങിയതാണോ? പ്ലീസ് എന്നെ ചേർക്കൂ ഗാംഗിൽ പ്ലീസ് ഫ്രം കർണാടക. ഇതെന്താ നീ പറഞ്ഞെടുക്കടാ മുത്തേ? എടാ അങ്ങനെ എല്ലാവരും ഒന്നാമത്തെ കാര്യം നിനക്ക് മലയാളം അറിയോ? നീ മലയാളം അറിയാണ്ട് നീ കർണാടകയിലുള്ള നീ അങ്ങനെ ഗാംഗിൽ കയറിയിട്ട് എങ്ങനെ എനിക്കറിയില്ല കേട്ടോ. നീ എങ്ങനെ ഗാംഗിൽ ഈ മലയാളം ചാനൽ ഇപ്പോൾ ടൈപ്പ് ചെയ്ത് സോറി മലയാളം അറിയാലോ. എടാ പക്ഷേ എന്താ സംഭവം, ഗാംഗിൽ ഓൾറെഡി കുറേ ആൾക്കാരെ നമ്മൾ ഇനി ഒരു എഡിറ്ററിനും കൂടി എടുത്തിട്ട് ഇതൊന്ന് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഒരു എഡിറ്ററിനും കൂടി എടുത്തിട്ട് ഇതൊന്ന് നിർത്തിയത്, ഇങ്ങനെ റിക്രൂട്ട് ചെയ്ത് നിർത്തിയത്. ചിലപ്പോൾ ഒരാളും കൂടി എടുക്കുമായിരിക്കും. ബബ്ബ ട്രീസറോ? ബബ്ബ മറ്റേ ദിലീപിൻ്റെ ഓടം, അതിൻ്റെ ടീസർ ഉണ്ടല്ലോ. നിനക്ക് റിയാക്ട് ചെയ്യാം. ഓക്കെ. സൗണ്ട് ലാഗ്, സൗണ്ട് സ്റ്റക്ക് എന്ന് പറയുന്നുണ്ടല്ലോ. Raisi donated $10. Why not in Router bro? കൈകൾ ഉയർത്തുന്ന വ്യക്തി ഇടത്തരം തെളിഞ്ഞ ചർമ്മനിറം, കൈകൾ ഉയർത്തുന്ന വ്യക്തി ഇടത്തരം തെളിഞ്ഞ ചർമ്മനിറം. Kudos to your entertainment team. എടാ റൂട്ടർ ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ കഴിഞ്ഞ 10 ദിവസം സ്ഥലത്തുണ്ടായില്ല. എനിക്ക് ലൈവ് ചെയ്യാനുള്ള സിറ്റുവേഷൻ ആയിരുന്നില്ല. ഞാൻ പല കാര്യത്തിലും ഇടയായിട്ട് ഓട്ടത്തിലായിരുന്നു. ഓക്കെ, അപ്പൊ റൂട്ടർ എന്ന് പറഞ്ഞാൽ മാസം ഇത്ര സ്ട്രീം ഞാൻ ചെയ്യണം, ഇത്ര മണിക്കൂർ ഞാൻ കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കോൺട്രാക്ട് സൈൻ ചെയ്തതാണ്. നിങ്ങളെല്ലാം മുന്നേ ഞാൻ എടുത്ത് കോൺട്രാക്ട് സൈൻ ചെയ്തത്. ഓക്കെ, അപ്പൊ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റത്തെ മാസത്തെ തന്നെ ഇത് തെറ്റി, മനസ്സിലാവും? അതായത് സ്ട്രീം ഹവേഴ്സ് തെറ്റി, സ്ട്രീം എത്ര സ്ട്രീം ചെയ്യണമെന്നുള്ളത് തെറ്റി, എത്ര മണിക്കൂർ ചെയ്യണമെന്നുള്ളത് തെറ്റി, എല്ലാം തെറ്റിയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അതെല്ലാവർക്കും ആടാ സുഖം. റഹ്മാൻ പുതിയ വളപ്പില്ല ചങ്ങായി പിന്നെയും വന്ന റൂട്ടറിൽ ലൈവ് ചെയ്യുമ്പോൾ ഫുൾ ടൈം ഇയാൾ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. റഹ്മാൻ പുതിയ വളപ്പില്ല, ഏതോ കളവനാ ചങ്ങായി. Co_TT_X donated $40. Bro അതിൽ നോട് ചോദിച്ചു പാലക്കോട്ടായം വന്നിരുന്നു എന്നു. എടാ അതിലോട് ആദില നിന്നോട് ഒരുത്തം വന്ന് 10 പ്രാവശ്യമായിട്ട് ചോദിക്കുന്നുണ്ട്. നീ എന്ത് കോട്ടയം പോയിനാന്ന് ചോദിക്കുന്നുണ്ട്. കോട്ടയത്ത് പോയിട്ട് വരാൻ ഇവിടുന്ന് 3-4 മണിക്കൂർ എടുക്കുമല്ലോ. നീ നാടി പോയാ ഇവിടെ ഇറങ്ങിയതാടാ. അമ്മ അറിയാണ്ടോ പറ്റും. അല്ല നീ ഇത് പുറത്തു പോയില്ലല്ലോ. രാവിലെ പോയിട്ട് വൈകുന്നേരമല്ലോ വന്നേ. ഇവനെ ആരാ കണ്ടേ? കോട്ടയത്ത് ആരാ കണ്ടവനാ? എന്തോ തട്ടിപ്പ് നടക്കുന്നുണ്ട്. ഇവ രാവിലെ പോയിട്ട് വൈകുന്നേരം വന്നു. വൈകുന്നേരം ഉച്ചയാകുമ്പോ വന്നിരുന്നു. 1 മില്യൺ ഇത് കൊറേ ആയി പറയുന്നത്. 1 മില്യൺ ആയി എടുത്തങ്ങാനും അടിക്കുമോ? എത്രയായി? ഒന്ന് പോയടാ സെറ്റ്. ഞാൻ അന്നേ ആ കാര്യത്തിൽ ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇട്ടത്. അതൊന്നും നടക്കാത്ത കേസാണ്. എനിക്ക് സന്തോഷമായിട്ടുണ്ടാവില്ല. എന്റെ ലൈഫിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇവനൊരു ബലങ്ങ് തടിയായിട്ട് മുന്നിലുണ്ടാവും. ക്ലീനർ ആയാലും ഓക്കെ, മലയാളം അറിയാൻ മൊത്തം അവർക്ക് കർണാടകക്കാരൻ ഒരു ടീമിൽ കയറണം പോലും. ക്ലീനറിനെ ഉദ്ദേശിച്ചതാണ്, നമ്മൾ ഊഹിക്കണം, മനസ്സിലാവും. സ്പെല്ലിങ് തെറ്റിപ്പോന്നിരിക്കും. അത്രേ 980K അല്ലേ? 20,000 സബും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മൾ 1 മില്യൺ അടിക്കും. റിയാക്ട് ചെയ്താലോ? കുറേ ആൾക്കാർ ഈ റീൽ എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. എന്താണ് സൂപ്പർ അഫ്സി അല്ല? സൂപ്പർ അഫ്സി അല്ല? ഓക്കെ ചാറ്റ് ഇതല്ലേ വീഡിയോ? ഇതിനെത്ര വ്യൂസ് ആയി? ഇങ്ങനെ വ്യൂസ് നോക്കും ബ്രോ. ഇതെങ്ങനെ വ്യൂസ് നോക്കും? നിങ്ങളെ ഞാൻ കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. നിങ്ങൾ ബാക്കിൽ വന്ന് നിൽക്കുന്നത് എനിക്ക് മനസ്സിലാകും. എടാ നിങ്ങൾ അവിടെ പോയിരുന്നോ? നിങ്ങൾക്ക് എന്തായാലും ഈ കാര്യത്തിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ടെക്നിക്കലി സീറോ നോളേജ്. അപ്പൊ പിന്നെ ഇവിടെ നിന്നിട്ട് അല്ല, അവിടെ പോയിരുന്നു. ഞാൻ പറയുമ്പോൾ വന്നാൽ മതി. വീഡിയോ
ഓക്കെ വാട്ട് എവർ എന്തെങ്കിലും ആട്ടെ 2 million അങ്ങനെ എന്തോ വ്യൂസ് ആയത് കുറെ ആൾക്കാരൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടോ എഡിറ്റിംഗ് അറിയുന്ന ഒരാളാണ്. ചിലർക്ക് ക്യാമറ പിടിക്കുന്ന പോട്ടെ. അതൊക്കെ അവിടെ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ഞാൻ ഗ്രാഫിക് ഡിസൈനറാണ്, ഒരു വീഡിയോ എഡിറ്ററാണ്, ഒരു വീഡിയോഗ്രാഫറാണ്. ആൻഡ് ഐ റൺ മൈ ഓൺ മീഡിയ പ്രൊഡക്ഷൻ കമ്പനി. ഒരു നാണമില്ലാണ്ട് ക്യാമറയിൽ മുന്നിൽ വരാനും പ്രസന്റ് ചെയ്യാനും ഒരു മടിയില്ല. അതെല്ലാം നമുക്ക് കാണാം. ഒരു നാണമില്ലാണ്ട് ക്യാമറയുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാനും വരാനും എന്നെല്ലാം പറയുന്നുണ്ട്. അതെല്ലാം നമുക്കിപ്പോ കാണാം സംഭവം. അപ്പൊ എമാസി ക്യാങ്ങിൽ എടുത്തതാവുമ്പോൾ ഞാൻ ഫിറ്റാണെന്ന് തോന്നി പോകുന്നുണ്ടെങ്കിൽ പറഞ്ഞ അടുത്ത ദിവസം ഞാൻ എത്തിയിരിക്കുന്നു. ഓക്കെ ചാറ്റ് ഇതിന്റെ കമന്റ്സിൽ മൊത്തം എന്നെ മനസ്സിലായിട്ട് കുറേ ആൾക്കാർ നമുക്ക് ഇത് അയച്ചു തന്നു. ഓക്കെ നമ്മൾ സംഭവം നമ്മളെ എഡിറ്റർ സെലക്ട് ചെയ്യുന്ന സംഭവം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഓൾറെഡി 5 പേര് വന്ന്. ഓക്കെ 5 അല്ല 4 അല്ലേ 4 പേര് വന്ന്. കഴിഞ്ഞ 10 ദിവസത്തിൻ്റെ ഇടയ്ക്ക് 4 പേര് വന്നിട്ട് 3 ദിവസം ഇവിടെ മീൻസ് നമ്മളൊന്ന് ചെയ്യാൻ ട്രാവലിംഗ് ബാൻഡ് ഒരുമിച്ചുണ്ടായിരുന്നു. ഓക്കെ അതായത് 3 ദിവസം നമ്മളെ കൂടെ നിന്നിട്ട് ക്യാമറയിൽ ഷൂട്ട് ചെയ്തു, എഡിറ്റ് ചെയ്തു. ഓക്കെ ഈ 4 പേരും ട്രയൽ കഴിഞ്ഞിട്ട് പോയി. 5ാമതായിട്ട് ഞാൻ ട്രയലിലുണ്ടെന്ന് ഇവനാണ് ഈ സൂപ്പർ FC എന്ന് പറയുന്നവരാണ്. ഇവന്റെ എന്താ അഭിപ്രായം ചാറ്റ് പറ. LRW ഇവൻ ഇപ്പം വന്നിട്ടേ ഉള്ളൂ. ഇപ്പം ജസ്റ്റ് ഇപ്പം വന്ന് കയറിയിട്ടേ ഉള്ളൂ സംഭവം. ഇവനും 3 ദിവസം ട്രയൽ കഴിഞ്ഞിട്ട് ഇന്നും നാളെയും മറ്റന്നാളും ഇവനോട് ഉണ്ടാവും. 3 ദിവസം ഇവിടെ ട്രയൽ നോക്കിയിട്ട് ഇവന് പോകും. ഓക്കെ മൊത്തം നമ്മൾ 10 പേരെ ഇങ്ങനെ ട്രയൽ നോക്കും. എന്നിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ സെലക്ട് ചെയ്യും. അപ്പോൾ ചാറ്റ് പറ W പറയാം. ഇവന്റെ വീഡിയോ കണ്ട എന്താ വന്നു കന്നഡ വൈരനെ ഒഴിവാക്കുന്ന പറയുന്ന കാര്യം. ഇവരെന്തിനേയും കുത്തിയോലും ഇടാൻ ചിരിക്കും. അങ്ങോട്ടേക്ക് പോകണം. നിങ്ങൾ എന്തായാലും ഇതിൽ എനിക്ക് ടെക്നിക്കലി ഒരു സപ്പോർട്ട് ഇവിടെ തരുന്നില്ല. അല്ല നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. OBS എന്താണെന്ന് അറിയില്ല, സ്ട്രീം ലെവൽസ് അറിയില്ല, ഇത് റിയാക്ഷൻ എന്തെങ്കിലും സംഭവം ഈ ഇൻസ്റ്റാഗ്രാമിൽ വ്യൂസിന്റെ അക്കൗണ്ട് എങ്ങനെ ചെയ്യേണ്ടതെന്ന് പോലും നിങ്ങൾക്ക് അറിയില്ല. അല്ല അപ്പൊ പിന്നെ ഇവിടെ വന്ന് നിൽക്കാൻ എന്താ ഇരിക്കും. ഞാൻ പറയാമല്ലോ മോനെ നാളെ ഇനോഗ്രേഷൻ ഉണ്ട് മറക്കല്ല പോയിട്ട് ആ പാട്ടെല്ലാം പ്രാക്ടീസ് ഇപ്പൊ എടാ നാളെ എടാ സംഭവം എന്താ പറയാ. എല്ലാരും ഇന്നെന്താ സൈലന്റ് ആയതറിയോ സംഭവം എന്ന് വെച്ചാല് കൂടിയിട്ടാണ് ഇന്ന് രാവിലെ എണീച്ച മുതൽ ഇവന്മാരെല്ലാം മുഖം ഇങ്ങനെ ഉള്ളത്. നാളെ പോയിട്ട് എന്ത് ചെയ്യണം എന്നോട് ഇടക്കിടക്കേ വന്നിട്ട് ചോദിക്കാം. അതെ എന്താ ചെയ്യാം സ്റ്റേജിൽ കയറി എന്താ ചെയ്യേണ്ട ആൾക്കാർ നോക്കൂലേ എന്താ ചെയ്യണം ഇതിങ്ങനെ ഇടക്കിടക്കേ വന്ന് ചോദിക്കാം അവന്മാര്. ആകെ മുനൂക്കിതില്ല. മുനൂക്ക് അതിനുള്ള ബുദ്ധി ഇല്ല. മുനൂക്ക് അതിനുള്ള ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് മുനൂക്ക് അന്നത്തെ പേടിയില്ല. ബാക്കി എല്ലാവരും പേടിച്ച് പറഞ്ഞിട്ടുള്ളത്. ബാക്കി എല്ലാവർക്കും പേടിയുണ്ട്. ചെക്കിന് മൊത്തം W ആണല്ലോ. എന്നാൽ വിളിച്ചാലോ ഗൈസ് ഇവനെ ഞാൻ ഇത് ഇപ്പം വന്ന് കയറിയിട്ടുള്ളൂ. ഇവരെ 3 ദിവസം ട്രയൽ നോക്കിയിട്ടേ ഞാൻ എടുക്കും. ജസ്റ്റ് ട്രയലിന് വേണ്ടാണ് ബാക്കി. പിന്നെ അപ്പം നിങ്ങൾ വിചാരിക്കും കഴിഞ്ഞ 4 എഡിറ്റേഴ്സ് വന്നിട്ടല്ലോ അവരൊന്ന് ലൈവ് കാണിക്കാണ്ട് ഇവനെ മാത്രം എന്താ ലൈവ് കാണിക്കുന്നതെന്ന് ചോദിക്കും. സംബന്ധിച്ചാൽ കഴിഞ്ഞ 10-12 ദിവസമായിട്ട് ഞാൻ പുറത്ത് എനിക്ക് ലൈവ് ചെയ്യാനുള്ള സിറ്റുവേഷൻ ഇല്ല. ഓക്കെ അതുകൊണ്ടാണ് ഇപ്പം കറക്റ്റ് ലൈവ് കൊടുക്കുന്ന ടൈം ആകുമ്പോഴേക്ക് ഇവനും എത്തി അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഇവരെ കാണിക്കുന്നു. പിന്നെ കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർ ഈ റീൽസിൽ എനിക്ക് അയച്ചുകൊണ്ട് മാത്രം ഇവർ ഇതാക്കുന്നത്. അതുകൊണ്ടാണ് ബാക്കി ആരും ലൈവ് കാണിക്കാണ്ട് ഇവരെന്തിന് കാണിച്ചു എന്നുള്ളത് നിങ്ങൾ ചോദിക്കരുത്. ഓക്കെ ഇവനും ട്രയലാണ്. ഇവന് ഞാൻ സെലക്ട് ചെയ്തിട്ടില്ല. ജസ്റ്റ് ട്രയലാണ്. 3 ദിവസം ഇവൻ നിന്ന് നോക്കട്ടെ. ഓക്കെ പിന്നെ വേറൊരു കാര്യമുണ്ട്. ഈ എഡിറ്റർ എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നത് സ്കാമേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ കാര്യം പറ. കുറെ പേര് മെസ്സേജ് അയച്ച് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വന്നതിന് ശേഷം എഡിറ്റിംഗ് പറഞ്ഞുകൂടാ, ക്യാമറ യൂസ് ചെയ്യാൻ പറഞ്ഞുകൂടാ, ഗിംബൽ യൂസ് ചെയ്യാൻ പറഞ്ഞുകൂടാ, ഒരു കാര്യം പറഞ്ഞുകൂടാ. എല്ലാം അറിയാന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചു വരുത്തും. എന്നിട്ട് ഇവന്റെ അടുത്തേക്ക് വരും. ഇവന്റെ അടുത്തേക്ക് ഇവിടെ വന്ന് ഇവനോട് സംസാരിച്ച് ഇവൻ കയ്യിൽ ക്യാമറ കൊടുക്കും അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ കൊടുത്ത് എഡിറ്റ് ചെയ്ത് കാണിക്കുന്ന പറയുമ്പോൾ ഇവർക്ക് ഫോണിൽ അറിയാം. ഫോണിൽ VN എഡിറ്റ് ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്യാൻ അറിയാം. വേറെ ഒന്നും അറിയില്ല. ക്യാമറ പിടിക്കാൻ പറഞ്ഞാൽ ക്യാമറ ഇങ്ങനെ പിടിച്ചിട്ട് എന്തോ ഇങ്ങനെ ഇവർക്ക് അറിയില്ല. ഇവർ വെറുതെ എങ്ങനെയെങ്കിലും ടീമിൽ കയറി പറ്റാന്ന് പറഞ്ഞിട്ട് കുറേയുള്ള സ്കാമേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ കാര്യം പറയാം. അങ്ങനത്തെ ആൾക്കാർ ഇനി വരണ്ട. ഞാൻ കാര്യം പറയാം. ഇനി വരുന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് പ്രൊഫഷണൽ ആയിട്ട് എഡിറ്റിംഗ് അറിയുന്നത്. ഞാൻ എടുത്ത് പറയാം. കാരണം നമ്മൾ ഇത് സീരിയസ് ആയിട്ട് നമ്മൾ നോക്കുന്നത് 4 hour നമ്മളെ ടീമിലൊരു മെമ്പറായിട്ട് നിൽക്കാനോ പിന്നെ ഇവിടുത്തെ മൊത്തം എഡിറ്റിംഗ് എല്ലാവരും ഇതും വർക്കും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ സീരിയസ് ആയിട്ട് പറയാം. നമ്മൾ സീരിയസ് ആയിട്ട് ഒരു മെമ്പർ നോക്കുന്നത് വെറുതെ കോമാളിത്തരം കാണിക്കാനല്ല. ഓക്കെ അപ്പം മൊത്തം പ്രൊഫഷണൽ ആയിട്ട് എഡിറ്റിങ്ങും ക്യാമറ പിടിക്കാനും എഡിറ്റിങ്ങും ഞാൻ മുന്നേ ലാസ്റ്റ് പറഞ്ഞപ്പോൾ ഞാൻ എഡിറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞുള്ളൂ. ഞാൻ ഇപ്പോൾ ഒന്നുകൂടി പറയാം. ക്യാമറയും കൂടി പിടിക്കാൻ അറിയണം. ഈ സാധനം കണ്ടോ, ഈ ഗിംബല്, പിന്നെ ഇത് ക്യാമറ, പിന്നെ മറ്റേ ഈ സാധനങ്ങളെല്ലാം ഉപയോഗിക്കാൻ അറിയണം. മനസ്സിലായി? എനിക്ക് വ്ളോഗ് എടുക്കാനായാലും പിന്നെ എല്ലാവർക്കും റീൽസ് എഡിറ്റ് ചെയ്യാനായാലും റീൽസ് എടുക്കാൻ ക്യാമറ ഇങ്ങനെ തിരിച്ചു പിടിച്ച് റീൽസ് എടുക്കുന്ന ഒരു സംഭവമുണ്ട്. ഒരുത്തൻ പറയാ എനിക്ക് കോളേജ് ഉണ്ട് പാർട്ട് ടൈം ആയിട്ട് പറ്റാം, ഞാൻ വൈകുന്നേരം എല്ലാ ദിവസം വൈകുന്നേരം വന്ന് എഡിറ്റ് ചെയ്ത് തരാം. അതെന്ത് നമ്മുടെ സീരിയസ് ആയിട്ട് പ്രൊഫഷണൽ ആയിട്ട് ഒരു എഡിറ്ററിനെ നോക്കുന്നത്. കുക്കിനെ ചോദിക്കുന്നത് ജാസിനെ ചോദിക്കുന്നത് ജാസി പണിയിലാടാ. എന്താ
എടാ തിന്നല്ല ഓ ഉണ്ടാക്കട്ടെ അത് എന്താ കരിയും പോയിട്ട് മറിച്ചിടും. എന്താ മസാല ദോശയാ? മസാല ദോശ ആക്കുന്നടാ. എടാ ഇവനൊപ്പം എൻ്റെ ഒരു ഇതെന്താ അറിയോ ചാറ്റ്, ഇവൻ മറ്റേ PhD-യും ഞാൻ ഡോറടിച്ച എടാ അവനെ ശല്യം ചെയ്യല്ല. അവൻ കുക്ക് ചെയ്യട്ടെ മാറിയാ ബാക്കിയില്ല പ്ലേറ്റ് കൊടുത്തിട്ട് ഇറങ്ങിയില്ല മാറ് പുറത്തിറങ്ങാൻ പറ പുറത്തിറങ്ങി അവൻ കുക്ക് ചെയ്യട്ടെ മാറാ. എടാ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ മമ്മോ? ആ വാതിലടക്ക്. ഓ സമാധാനത്തിൽ ഓരോ പണി ചെയ്യട്ടെ. നീ എന്താണ് ഡോറടക്ക് ഒരു കാര്യം പറയാനാ ഡോറടക്ക്. ഓക്കെ ചാറ്റ്. എടാ ജാസിന്റെ കാര്യം ഇവന് അരക്ക് സത്യം പറഞ്ഞ ഇപ്പം കോളേജ് ചിരി വരുന്ന കാര്യം എന്ന് വെച്ചാൽ ഇവൻ BA മറ്റേ ഡിഗ്രി PhD ഇതെല്ലാം പഠിച്ചിട്ട് വന്നൊരു ചങ്ങായില്ലേ. ഇവന് ഇവിടെ എന്താ ചെയ്യുന്നത്? എനിക്ക് ഇടക്കിടയ്ക്ക് ഉറങ്ങി എണീച്ചാലും ഞാൻ ഇങ്ങനെ വരുമ്പോണ്ടാവും ഇവ ഫുള്ള് വേത്ത് ഇതെല്ലായിട്ട് ഫുള്ള് ഇതായിട്ട് ചെമ്പ് മറ്റേ പപ്പടം ഇതാക്കുന്നു, ചെമ്പിൽ ബിരിയാണി ചെമ്പിൽ അരിയിട്ട് വറക്കുന്നത്. എനിക്കിത് കാണുമ്പോൾ ചിരി വരുവാ. ഇവനപ്പം BA-യും മറ്റേ എന്താ പഠിച്ചത്? PhD എടുത്തെന്നല്ല പറഞ്ഞത്. സൗണ്ട് ഇല്ലേ? കേൾക്കുന്നില്ലേ? ഹലോ സൗണ്ട് കാണാം. ലോച്ചത്തിൽ പറഞ്ഞവൻ കേൾക്കും. അപ്പോൾ തന്നെ ഓടി വരും. പിന്നെ പണി മുടങ്ങും. പിന്നെ നമുക്ക് തിന്നണ്ടേ നിന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് ഇല്ല. സൗണ്ട് എന്ത് പറ്റി? കാരണം ഞാൻ മെല്ലെ പറഞ്ഞോണ്ടല്ലേ, എല്ലാത്ത സൗണ്ടിന് പ്രശ്നമില്ലല്ലോ. ഞാൻ ഡോർ ശരിക്കും അടച്ചേ അടക്ക് പോനാ. ആ ഓക്കെ ശേ സംഭവം എന്താ വെച്ചാൽ ഇവൻ ഈ മറ്റേ PhD-യും BA-യും മറ്റേ ഡിഗ്രി എല്ലാം പഠിച്ചിട്ട് വന്നിട്ട് ഇവിടുന്ന് ഈ പപ്പടം ചൂടലും ബിരിയാണി ചമ്പര് കയ്യിലിട്ട് ഇറക്കുന്നത് കാണുമ്പോൾ അതൊക്കെ എന്തോ ഒരു വിഷം. എനിക്ക് സംഭവം എന്ന് പറഞ്ഞാൽ സങ്കടവും എനിക്ക് ചിരിയും വരുന്നു സങ്കടവും വരുന്നു. കാര്യം പറയാല ഇത് പഠിച്ചിട്ടൊന്നും കാര്യമില്ല മനസ്സിലാക്കിക്കോ. കാര്യം പറയാല ഈ ഇതിനായിട്ട് ഇറങ്ങുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നത് പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലാതെ മനസ്സിലാക്കിക്കോ. ഇവരെന്താ ചെയ്യുന്നത് നോക്കിയാൽ നിനക്ക് ഒരു ഞാൻ ഒന്നും പറയുന്നത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു അനക്കിതിപ്പോ ജാസേ തിരക്കാ ഇങ്ങോ ജാസി ചോദിക്കട്ടെ ഇങ്ങോടാ എന്താ പരിപാടി? നിന്നെ ചോദിക്കുന്ന എല്ലാരും ചാറ്റിലെല്ലാരും നിന്നെ ചോദിക്കുന്നത് അതുകൊണ്ട് വിളിച്ചേ. മസാലപ്പൊരി പാനിപ്പൊരി മസാല ദോശപ്പൊരി ഇതുണ്ടാക്കുക മസാല ദോശ ജാസിന്റെ എന്താ എന്താണ് എനിക്ക് എന്തെല്ലാം ആലോചിക്കുമ്പോൾ ചിരി വരുന്നുള്ളൂ. ആ കാര്യം പറയാനാ. എടാ അങ്ങനല്ല ഞാൻ മീൻസ് റെസ്പെക്ട് എടാ അങ്ങനല്ല ഇത് ഇതിലുള്ള അല്ലടാ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു നീ എന്തോരം പഠിച്ച് അല്ല പറ നീ ഞാൻ ചോദിക്കുന്നത് എന്താ നീ എന്തോരം പഠിച്ച് പിന്നെ ഓക്കെ ഇത്രയും പഠിച്ച് നിന്റെ കയ്യിലെന്താ കാണിച്ചത് നിന്റെ കയ്യിലെന്താ മസാല ദോശ ഉണ്ടാക്കിയ ഇല്ല അത് ആലോചിക്കുമ്പോ ചിരി വരുന്നു അത്രേ ഉള്ളൂ. അല്ല ആ കാര്യം പറയല്ല ഓരോ പണീന്റെ അതിൻ്റെതായ ഇതുണ്ട്. എന്താ സംഭവിക്കും മനസ്സിലാവുന്നില്ല. കമന്റ് നീ പറഞ്ഞാ കമന്റ് ഒന്നും പറഞ്ഞില്ല. ഞാൻ ചോദിച്ചാ നീ എന്താക്കുന്ന ആലോചിച്ചതാ. സ്പെഷ്യൽ മസാല ദോശ എടാ എല്ലാവരും റെസ്പെക്ട് എന്ന് അറിയാ. സൗണ്ട് എന്താ പ്രശ്നം? സൗണ്ട് ഓക്കെ അല്ലേ? ഹലോ ചെക്ക് ഹലോ സൗണ്ട് കൂട്ടണോ? ഹലോ എടാ വേറെന്താണ് ഹലോ കൂടിയില്ല അല്ല ഇത് അല്ല ചിരിക്കുന്ന ആൾക്കാർ നമ്മൾ ഇത് പറഞ്ഞിട്ട് കളിയാക്കി വരാം. അല്ല ഇത് പറഞ്ഞിട്ട് ഇവൻ ചെയ്യുന്ന പണിയെ ആലോചിച്ച് നമ്മൾ കളിയാക്കും.
പക്ഷെ നമ്മളെ ബാങ്ക് ബാലൻസ് അല്ല, നിങ്ങളെ ബാങ്ക് ബാലൻസ് നോക്കിട്ട് ഓഞ്ചിരിക്കും. അത് വേറെ കാര്യം. അല്ല അങ്ങനല്ല, കമന്റ്സിൽ നിന്റെ അധികാരം അങ്ങനെ ഇതാക്കിയിട്ടൊന്നുമില്ല. കുറച്ച് ആൾക്കാർ ചിരിച്ചു, അത്രേ ഉള്ളൂ. അല്ല അനക്കും ചിരി വന്നായി, അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം നീ ഇത്രയും പഠിച്ചിട്ട് നീ അവിടെ ഇരുന്ന് ചെമ്പും പാത്രം കഴിയുന്നത്, മസാല ദോശ കൊടുത്ത്, പപ്പടം ഉണ്ടാക്കുന്നത്, ചമ്മന്തി അരക്കുന്നത്, അല്ല അതെന്തോ അനക്കുള്ള ആളുകൾക്ക് ചിരി വരുന്ന ശരിക്കും ഒരു ഓഫീസിലെല്ലാം വർക്ക് ചെയ്യേണ്ട ഒരാളാണ്. അപ്പൊ ഇങ്ങനെ ഒരാള് ഇവിടെ പാത്രം ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് ചിരി വരുന്നതാണ്. എടാ നിങ്ങളെ പോലല്ല, നിങ്ങൾ 10-12 ദിവസം കൂടുമ്പോൾ ഇവരെ കാണുന്നത്, നമ്മൾ ഡെയിലി ഇവരെ കാണുന്നതാ, മനസ്സിലായി? നമ്മൾ ഉറങ്ങി എണീച്ച് വരുമ്പോ ഇവരുണ്ടാവും ചമ്മന്തി അരക്കുന്നത്, മനസ്സിലായി? പപ്പടം വരിക്കുന്ന അടുക്കണ നിലയിൽ ഇങ്ങനെ തുടക്ക് കാണുമ്പോ ചിരി വരും. ഞാൻ അടിപൊളിയാണ്, നൈസാണ്, പരിപാടിക്ക് നമ്മളെ ഹാപ്പി. അതിനിപ്പോ നമുക്കെന്താ സീന്? വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. പിന്നെ ഷമീർ ഒരു സാധനം കൊണ്ടുവന്നില്ല, എങ്ങനെ ക്രഷ് ചെയ്യുന്നല്ലോ. ഷമീർ സഹായിക്കാനൊക്കെ ഓരോ സാധനം കൊണ്ട് ആരോ 100 ARS ഇട്ട് ARS എന്താടാ? ARS എന്താ അറിയില്ല. നീ വെറുതെ ഇങ്ങനെ അറിയാത്തത് പറയണ്ട പോലെ. നിനക്ക് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാം. അർജന്റീന നീ അത് ഒരു മിനിറ്റ് ഞാൻ പോവാണേ. ദോശയായ ARS എന്താ? ഓ അർജന്റീന പെസോസാ. യോ താങ്ക് യു ഫോർ ദ 100 ARS ഡൊണേഷൻ. എന്താ വായിക്കുക? ഇതെന്താ വായിക്കുക? ഇവന്റെ പേരെന്താ? ഇതാണ് ഇത് ഡൊണേറ്റ് ചെയ്ത ആളെ പേരെന്ന് വായിച്ചത്. തമിഴല്ലേ ഇത്? അർജന്റീന ഭാഷ. അർജന്റീന ഞാൻ പറഞ്ഞില്ലേ, ലിയാഡോ മെസ്സി. വേണ്ട ഇല്ല, നീ വായിക്കുന്ന ഞാൻ തിന്നൂല. എനിക്ക് പേടിയാവുന്നു, എനിക്ക് പേടിയായിക്കോണോ? അങ്ങനെ തിന്നലടാ, വെയിറ്റ് ആക്കടാ. എല്ലാവർക്കും ഒരുമിച്ച് വന്നാ. അല്ല എനിക്ക് വേണ്ട, കുറച്ചേനോ. ഓക്കെ, എന്തായാലും നമ്മളെന്താ പറഞ്ഞോണ്ടിരുന്നത്? സൗണ്ട് ഒന്നും പ്രശ്നമില്ലടാ, ഒന്നും മിണ്ടാണ്ട് എന്താടാ സൗണ്ട്. എടാ ആദില എടാ ഒന്ന് ലൈവ് എടുത്ത് നോക്കിയിട്ട് സൗണ്ട് ഓക്കെ നോക്കി. ആദിൽ പനിയാന്ന് കേട്ടോ ചാറ്റ്. ഇവിടെ കുറെ ആൾക്ക് പനീന്റെ കോള് തുടങ്ങിയിട്ടുണ്ട്. ആദിലിന് പനിയാ, ഇവന് കുറച്ച് പനി കയറിയിട്ടുണ്ട്, മുന്നൂര് പനി കയറിയിട്ടുണ്ട്, എനിക്ക് ജലദോഷം. 6 rupees. എടാ 6 rupees അത് കുഴപ്പമില്ല. എടാ സൂപ്പർ ചാറ്റ് ആണ്. നമുക്ക് അവര് പണിയെടുത്തുണ്ടാക്കുന്ന പൈസ, അത് നമുക്ക് നമ്മളോട് സംസാരിക്കാൻ പറ്റും. അതായത് ചാറ്റിൽ അധികം മെസ്സേജ്, എല്ലാ മെസ്സേജ് നമുക്ക് വായിക്കാൻ പറ്റില്ല. അപ്പം എന്റെ ശ്രദ്ധ ഇതാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് അതിനാന്ന് ഇവർ സൂപ്പർ ചാറ്റ് ചെയ്യുന്നത്, മനസ്സിലാകും. 1 രൂപ 5 രൂപ 10 രൂപ എന്നുള്ളതില്ല. അത് റെസ്പെക്ട് കാര്യം പറയാം. എടാ 6 rupees എന്ന് പറഞ്ഞാൽ ചിരിക്കലടാ പാവം. ഓൻ്റെ ഉള്ളത് ഓനെ അയച്ച്, മനസ്സിലായി? അതായത് ഓൻ്റെ മെസ്സേജ് ഞാൻ വായിക്കാൻ വേണ്ടി ഹായ് ഹലോ ഹൗ ആർ യു എന്ന് ചോദിക്കാൻ വേണ്ടിട്ട് ഓനെ അത് ഇട്ട്. ഓക്കെ, ഓൻ്റെ ഉള്ളത് ഓനിട്ട്. അതാ ബ്രോ എനിക്ക് റിപ്ലൈ ലിനോന്റെ ഗോട്ടിന്റെ MRCയിൽ എടുക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. 100 rupees സൂപ്പർ ചാറ്റ്. താങ്ക് യു ബ്രോ. ട്രോക്സിനോ? എടാ ലിനോന്റെ സംശയം എന്നെ എന്തായാലും എഡിറ്റർ. ഓക്കെ എഡിറ്റർ ഞാൻ ഇതാക്കാൻ പറഞ്ഞു. ഓക്കെ റെഡി. എന്താടാ സീനില്ലല്ലോ, കാണുമ്പോ ലൈവ് കാണുമ്പോൾ പ്രശ്നമില്ലല്ലോ. ചെറിയ ലാഗ് എന്ന് പറഞ്ഞാൽ സാധാരണ ഉള്ള ലാഗ് ആയിരിക്കൂലേ? നിങ്ങൾ കുറച്ച് അടുത്തോണ്ടല്ലോ നല്ല സൂം ചെയ്യണം. ചേട്ടാ നമുക്കൊരു വലിയ വട്ടി ഗിഫ്റ്റ് ആയിട്ട് ഇവർ എവിടെ നിന്നായിരുന്നു നിങ്ങള്? കോഴിക്കോട്. എന്താ പേരെന്നായിരുന്നു? നൈഫ്, ഇർഷാദ്, ഷിജിൽ. എടാ ഇവര് കോഴിക്കോട്. അൽത്താഫ് ആരാ? ഹായ് ബ്രോ അൽത്താഫ്. ഇവർ 4 പേരും കോഴിക്കോട് തന്നെ. നമുക്കൊരു ഗിഫ്റ്റ്, ഒരു വലിയ പെട്ടി ഗിഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പം അൺബോക്സ് ചെയ്യല്ലേ? അൺബോക്സ് ചെയ്യാം. ഓക്കെ വെച്ചോ അവിടെ വെച്ചോ. നിലത്ത് വെച്ചില്ലേ? അപ്പൊ നിങ്ങൾ അത്ര നേരം പിടിച്ചേക്കോ? കരൺ കൃഷ്ണ 40 രൂപ. പഠിക്കാൻ അങ്ങോട്ട് വരട്ടെ. ടേബിൾ എടുക്കാം, ഒന്നല്ല. ഓക്കെ, ഓജോ ബോർഡായിരിക്കും. ഓജോ ബോർഡ് എടാ ഓജോ ബോർഡെന്നല്ല, ഉള്ളിൽ എന്താന്ന് എനിക്ക് ഏകദേശം ഐഡിയ ഉണ്ട്. ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ എനിക്ക് ഏകദേശം ഐഡിയ ഉണ്ട് എന്താ. എനിക്ക് ബ്രോ ഉമ്മയുടെ അടുത്തൊന്നും പോകാറില്ല. ഞാൻ കുറച്ചും പറയാം. ഇപ്പൊ നമുക്ക് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാം. ഓക്കെ റെഡി. അല്ല ഞാനാണോ? ഇത് കുറച്ച് ബാക്കിലേക്ക് വെക്കോ, ടേബിൾ എടുക്കും. അയ്യോ ഓക്കെ, എങ്ങനെ ഇത് പിടിച്ച് വലിച്ചാൽ പോരെ? എങ്ങനെ? എടാ ക്യാമറ ഇത് കാണൂലടാ. ആശേ ഇത് എടുക്കാൻ പറ്റുമോ? ഓ പോർഷൻ 911. എനിക്ക് അറിയായിരുന്നു ഒരു ടോയ്.
ടോയ് എന്ന് പറഞ്ഞപ്പോ 911 ഉറപ്പായിരുന്നു. താങ്ക് യു ബ്രോ, താങ്ക് യു. ഇതെന്താ കർണാടക ചെക്കാൻ ഡൊനേറ്റ് 40 രൂപ. പ്ലീസ് തൊപ്പി ചേർക്കു പൊട്ടിക്കരിയുന്ന മുഖം എന്നെ. എടാ ഒരു മിനിറ്റ് പറ. ഏകദേശം 1650 പീസസ് ജോയിൻ ചെയ്ത് 8 മുതൽ 10 മണിക്കൂർ വരെ അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ചെയ്താലാണ് ഇത് സെറ്റ് ആവുക. MRC പോർഷെ MRC ഒന്ന് അടുത്തോട്ട് കാണിക്കോ. WRL മുത്തേ W ഗിഫ്റ്റ് മുത്തേ കാര്യം പറയുക. MRC എഴുതിട്ടാ പോർഷെ. ഇതിൽ കുറച്ചും കൂടി ഇതെന്താ കട്ട കമ്പനി, നിങ്ങളെ കമ്പനിന്റെ പേരല്ലേ? ഡീറ്റെയിലിംഗ് ആയിട്ട് കാണിച്ചു തരാം. ഇതിലുള്ള ഓരോന്നും വർക്കിംഗ് ആയിരിക്കും, പിസ്റ്റൺസ് ഉണ്ടാവും. ഒന്ന് അടുത്തോട്ട് കാണിച്ചോ. അവിടെ ഉള്ളിൽ എഞ്ചിനെല്ലാം വർക്കിംഗ് ആടാ. ടയർ ഇറങ്ങുമ്പോ നോക്ക്. നിക്ക് അങ്ങനല്ല നോക്ക്. ഇതാ ഉള്ളിൽ എഞ്ചിൻ കറങ്ങുന്നുണ്ടോ? പോർഷെ 911. ഇതെന്താ ഇങ്ങനെ ഇത് ഗ്ലാസ് ഇല്ലാത്ത മോഡലാ? എന്താ സംഭവം? അതായത് പീസസ് ആയിട്ടാണ് വരിക. അതായത് ഓരോന്നും ഓരോരോ പീസസ് ആയിട്ടാണ് വരിക. ഇതിപ്പോ ഇങ്ങനെ വരികയാണെങ്കിൽ ഇത് ഏകദേശം 5 പീസാ. ഇങ്ങനത്തെ 1650 പീസസ് ജോയിൻ ചെയ്തിട്ട് ഇത് മിററല്ലേ? എന്തോ ഊരിപ്പോയി. ഇതെന്താ? അങ്ങനെ പീസസ് ജോയിൻ ചെയ്തിട്ട് സെറ്റ് ചെയ്യുന്നതാണ്. അത് തന്നെ ഏകദേശം ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ എടുക്കും. നമ്മളൊരു മിനിമം ബേസ് മോഡൽസിന് ഇത് ഏകദേശം 10,000 പീസ്, 5,000 പീസ്, 6,000 പീസ് വരെയുള്ള നേരിട്ടു. ഇത് ഊരാൻ പറ്റുമോ? അല്ല, ഇത് മൊത്തം പീസസ് ആണ്. അല്ല ഈ ഡോറൊന്ന് ഊരിയ നോടെ. ടയർ ഉണ്ടോ തീരുന്ന? തിരിച്ചാ ടയർ തരും. മൊത്തം ഒരു മെക്കാനിക്കൽ കാറല്ലേ? അതായത് ഇതിൽ ഏകദേശം നമുക്ക് ഒരു 4 മോട്ടർ. താങ്ക് യു ബ്രോ. ഇതൊന്ന് ഊരി കാണിക്കോ. പാനത്തോലി ഡൊനേറ്റ് 40 രൂപ. മമ്മു ഒരു വലി വിടമോ എനിക്ക് വേണ്ടി കാറ്റ് വേഗത. 1600 പീസ് ഇത് ചെയ്യാം. ഇത് ചെയ്യാൻ എത്ര സമയം എടുക്കും? 8 മണിക്കൂർ. 8 മണിക്കൂറാ നിങ്ങളാണ് ചെയ്തത്? അടിപൊളി. സ്ക്രീൻഷോട്ട് എടുത്തോ. 1000 തീർന്നു തൊപ്പി എന്നെ ചേർക്കൂ പ്ലീസ്. താങ്ക് യു ഫോർ ദിസ് വണ്ടർഫുൾ ഗിഫ്റ്റ് ബ്രോ. താങ്ക് യു. ആൻഡ് എന്താ വേറെ ഇതിന്റെ തന്നെ ഒരു മിനി മോഡൽ ഉണ്ട്. മീൻസ് ഇതല്ല. സംയുക്ത് PK ഡൊനേറ്റ് 40 രൂപ. വാക്സ് 777 MRZELDKK. മച്ചാനെ മൈ ഡ്രീം കാർ. ഇത് വാൾ ഹാങ്ങിങ് സ്പെക്കിലാണ് സെറ്റ് ചെയ്തത്. ഇതിങ്ങനെ ഇവിടെ തൂക്കാൻ പറ്റില്ലേ? ഇപ്പൊ തൂക്കുന്നോ? സമയം എടുക്കൂല. സൗണ്ട് ഒന്നും പ്രശ്നമല്ല. ഇതിന്റെ വിഷയമല്ല, സമയത്തിന്റെ വിഷയമല്ല. നിങ്ങൾ കഴിഞ്ഞിട്ടായാലും ഇത് എവിടെ വെക്കും നോക്കട്ടെ. ഇവിടെയോ? ഇവിടെ വെച്ചാലോ ചാറ്റ് അവിടെ വെക്കും. നവനീത് ഡൊനേറ്റ് 40 രൂപ. ബിഗ് ഫാൻ ഫ്രം TVM വരാമോ ഒരു IRL ഇടുമോ? ബിഗ് ഫാൻ ഫ്രം TVM വരുമ്പോ ഒരു IRL ഇടുമോ? നമ്മൾ TVM വന്നിട്ട് അത്ര കാലം. ഞാൻ ഒരിക്കൽ പണ്ടപ്പോ വന്നതാ വേണ്ടത്. വരാം. ഏത് ജോയിൻ ചെയ്യാത്ത ഒരു ഫെറാറിയോ അതല്ലെങ്കിൽ വേറെ ഒരു നമ്മുടെ മിനി സ്പെക്കുകൾ ഉണ്ട്. അത് വേണമെങ്കിൽ ഇതെന്താ? അതായത് ഹോട്ട് വീൽസ് ആണ്. ഒറിജിനൽ ഇമ്പോർട്ടഡ് സാധനം. ഇതേതാ വണ്ടി? ഏതാ? പോർഷല്ലേ ഇത്? എന്ത് ഇമ്പോർട്ടഡ് കേസിലുള്ള ഇമ്പോർട്ടഡ് കേസ് ഇപ്പൊ എത്തിച്ചു തുടങ്ങുന്നുണ്ട്. നമ്മൾ പുറത്തുനിന്ന് ചൈനയിൽ നമ്മൾ ഇതിന്റെ ഇമ്പോർട്ട് ചെയ്തു. പിന്നെ ബോസിന് പോർഷ് അത്യാവശ്യം നല്ലോണം ഇഷ്ടമാണെന്ന് അറിയാവുന്നതുകൊണ്ട് താങ്ക് യു. മുത്ത ഇമ്പോർട്ട് സാധനം ഒറിജിനൽ ഹോട്ട് വീൽസ്. എനിക്ക് ആദ്യമായിട്ടാണ്. ഞാൻ ആദ്യമായിട്ട് ഹോട്ട് വീൽസ് ഒറിജിനൽ എന്റെ കയ്യിൽ കൊണ്ട് തൊടുന്നത്. ഇത് പൊളിക്കട്ടെ. ഇത് ഓപ്ഷനെല്ലാം പോടാ. ലേലം വിളിച്ചോ. ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചോണ്ടല്ലോ. അന്ന് ഞാൻ വീഡിയോ കണ്ടിന് ഇങ്ങനെ മമ്മൂനി ഗിഫ്റ്റ് വരുന്ന വൈകി ഓനെന്ത് തിന്നാൻ കിട്ടിയാലേ ഓൻ ഹാപ്പി ആവും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതാണ് ഇത് കൊണ്ടുവന്ന് തിന്നുന്ന സ്വീറ്റ്സ്. എന്താ അല്ല എല്ലാവർക്കും ഉണ്ട്. നിനക്ക് മാത്രം മാറ്റിക്കല്ലേ. നീ അവിടെ വെക്കതെ. നീ വെക്കേ ഇതാക്കുന്നു. ഇപ്പം എടാ അവിടെ വെക്കടാ. ഇവരെവിടെ ഒരു താങ്ക്സ് എങ്കിലും പറയടാ. നീ എന്താ ഇത് ഒരു മാനേഴ്സ് ഇല്ലാതെ? എന്താ പറഞ്ഞ? ഇതെന്താ? നമ്മള് ഒഫീഷ്യലി ഹാർലി ഓണേഴ്സ് ഗ്രൂപ്പിലത്തെ മലബാർ ചാപ്റ്റർ. അപ്പൊ നിങ്ങൾ എല്ലാവർക്കും ഹാർലി ഉണ്ടോ? മലബാർ ചാപ്റ്ററിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് ഞാൻ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു ഹാർലിന്റെ ലൈസൻസ്ഡ് പ്രൊഡക്റ്റ് ആണ് മൈസ്റ്റർ ബ്രാൻഡ് എടുക്കുന്നത്. അവരെന്നെ ബ്രാൻഡായിട്ട് ഇറക്കുന്നത്. അതായത്
അതിന്റെ അല്ല ഇത് മൊത്തത്തിൽ ഉള്ളിൽ വക്കീലിനെ കുറിച്ച് നന്നായിട്ട് അറിയാം, എനിക്ക് ഇതിന്റെ വലിയ ഐഡിയ ഇല്ല. നെറ്റ്വരാണ്. അതേമാതിരി തന്നെ ഒഫീഷ്യലി ലൈവായിട്ട് തന്നെ പറയാണ്, കോഴിക്കോട് ഭാഗത്തോട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കോഴിക്കോട് വരുന്നുണ്ട്. ഏതെങ്കിലും സൺഡേ വരികയാണെന്നുണ്ടെങ്കിൽ മലബാർ ചാപ്റ്ററിന്റെ ഒപ്പം ഒരു അമേരിക്കൻ സ്റ്റൈൽ ഒരു ബ്രേക്ക്. താങ്ക് യു. ഞാൻ വരുമ്പോ എന്തായാലും ഡൊനേറ്റഡ് 20 രൂപ. ബൈക്ക് ഓടിക്കും. നമ്മള് പഴയ റേഡിയോസിൽ ഇതാ, ഞാനും ഇവനെല്ലാം പണ്ട് മഡ്രൈസിന് ഇറങ്ങിയതാ. ഇവൻ ശരിയായ റേസർ, ഇവന്റെ കൈയടാ, ഇത് സ്റ്റീലാ മൊത്തം ഇത് മൊത്തം സ്റ്റീലാ. മഡ്രൈസ് കളിച്ചിട്ട് വീണതാ, വണ്ടിന്ന് വീണതാ. പാലത്തോലി ഡൊനേറ്റഡ് 40 രൂപ. ഇത് ജാസി ഷെരീക്ക മോറുകെ ആൻഡ് കണ്ടേലെ അറിയാം വാലി. താങ്ക് യു. എല്ലാരും ഡബ്ല്യു സ്പാമേ ഇവർക്ക് വേണ്ട പേര് നൈഫ് ബ്രോക്ക് വേണ്ടി. നൈഫ് ബ്രോക്ക് വേണ്ടല്ലോ എല്ലാവർക്കും ഒരു ഡബ്ല്യു സ്പാമേ. നിങ്ങൾ ഇതെന്താ കമ്പനിന്റെ പേര്? ഒന്ന് കാണിച്ചോട്ടെ. എല്ലാരും കട്ട കമ്പനിക്ക് വേണ്ടിട്ട് ഡബ്ല്യു കട്ട കമ്പനിക്ക് വേണ്ടിട്ട് ഡബ്ല്യു സ്പാമേ. എല്ലാരും ഡബ്ല്യു കട്ട കമ്പനി ബ്രോ. താങ്ക് യു ഫോർ എവറിത്തിങ് ബ്രോ. ഇതെന്താ ഈ ബോക്സ് എന്തിനെല്ലാം യൂസ് ചെയ്യാലോ? ഇവിടെ എന്നാലും ഇതിന് എത്ര ഉണ്ടാവും? മീൻസ് ഇത് അൺഅസംബിൾഡ് സെറ്റ്സിന് ഇത് ബേസിക്കലി ഒരു ഇതാണ് നമ്മളെ ഈ പെട്ടിക്കന്നെ ഒരു ഇതുണ്ടാവുമല്ലോ. എടാ പ്രോപ്പർ ഫർണിച്ചർ വെട്ടിയാടാ, ഒരു ടോയ് ഉണ്ടല്ലോ വെട്ടി ആദ്യമായിട്ട് കാണുന്നത്. കൊള്ളാട്ടോ. ഇത് നമുക്കിവിടെ ഹാങ് ചെയ്താലോ? നമുക്ക് അല്ല ഇപ്പൊ ചെയ്യാൻ മീൻസ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്തോളാം. ആണോ? ഇതെങ്ങനെയാ കാണിച്ച ബാക്കിൽ എങ്ങനെയാ? ഹുക്കല്ലേ? അപ്പൊ ഏത് ഹുക്ക എടുത്ത് ഉണ്ടോ? കയ്യിലുണ്ടോ? നല്ല വെയിറ്റ് ഉണ്ടല്ലേ? ഇത് അവിടെ വെക്കും നമ്മള്. ഇങ്ങനെയാ? ഇല്ല, ഇവിടെ പറ്റൂല. ഇവിടെ പറ്റുമോ? എന്നാ ഇത് ഊരിട്ട് ഇവിടെ ആക്കാലാ? ഇവിടെ അല്ലേ? പക്ഷെ ഇത് കുറച്ച് പാടാണ്. ഡൊനേറ്റ് 40 രൂപ. റാംബോ പുൾമൂഡ് ഓഫ് ആൻഡ് തൊപ്പി. ഒന്ന് നോക്ക് യേശ്. നമുക്ക് നിങ്ങൾക്ക് തിരക്കണ്ട പോയിട്ട് ആദം എസ്പിൽ ഹൗസ് ഡൊനേറ്റഡ് 40 രൂപ. ലവ് ഫ്രം ലക്ഷദ്വീപ്. ചുവന്ന ഹൃദയം. മമ്മു ഹൃദയമുള്ള ചിരിക്കുന്ന മുഖം. അല്ല ഇവിടുന്ന് നിങ്ങൾക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു അൺഅസംബിൾഡ് സെറ്റ് വേണമെങ്കിൽ തരാം. അല്ല ഇത് അൺഅസംബിൾ ചെയ്തിട്ട് ഇത് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതായത് ഇതിന്റെ പാർട്സ് കുറച്ച് എക്സസ് പാർട്സ് ഇതിന്റെ ബുക്ക്ലെറ്റ്സ് ഏകദേശം 200 പേജുള്ള ബുക്ക്ലെറ്റ് വരും. അത് നോക്കിയിട്ട് വേണം ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്യാൻ. ഇതിന്റെ ഒരു ഫോർഡ് ജീറ്റ് ഉണ്ട്, ഇതിന്റെ ഫെറാറി ഉണ്ട്. 1650. ഇത് ഏകദേശം അടുത്ത എത്ര സമയം എടുക്കും? ലൈവായിട്ട് ചെയ്യണം. ലൈവായിട്ട് ഏകദേശം 8 മണിക്കൂർ 10 മണിക്കൂർ. അത് തെറി വിളിക്കും, ആൾക്കാർ തെറി വിളിക്കും. അത്രയും മണിക്കൂർ ചാറ്റ്. അടി ഇവരെന്നോട് ചാലഞ്ച് വെക്കാം. ഈ സാധനം കണ്ടോ ചാറ്റ്? ഈ സാധനം കണ്ടോ? ഇത് പറഞ്ഞാൽ 1650 പീസ് ഉണ്ട് ഇതിനുള്ളിൽ. ഈ കുഞ്ഞു ഈ ഓരോ ഇത് ഒരു പീസാ, മനസ്സിലായി? ഇതെല്ലാം അസംബിൾ ചെയ്തതാ. 8 മണിക്കൂർ എടുക്കും ഇത് അസംബിൾ ചെയ്തെടുക്കാൻ. അപ്പൊ ഇങ്ങനത്തെ വേറൊരു പീസ് തന്നിട്ട് ഈ 8 മണിക്കൂർ ഞാൻ ലൈവിൽ ഇത് അസംബിൾ ചെയ്യണം എന്ന് പറഞ്ഞു ചാലഞ്ച്. അത് ഏറ്റെടുത്താൽ ഞാൻ ചാവും. അതുകൊണ്ട് ലൈവിൽ ചെയ്യുന്നില്ല, അല്ലാണ്ട് ചാലഞ്ച് ചെയ്താക്കാം. നമുക്ക് വീഡിയോ എടുക്കാം. ലൈവിൽ 8 മണിക്കൂർ ഇത് ഇരുന്ന് അസംബിൾ ചെയ്യാന്ന് പറഞ്ഞാൽ പാടാൻ വരാം. വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് വേണമെങ്കിൽ വീഡിയോയിൽ അസംബിൾ ചെയ്യാം. ലൈവിൽ ഇരുന്ന് ചെയ്യാന്ന് പറഞ്ഞാൽ ആൾക്കാർ എന്നെ തെറി വിളിക്കും. കാരണം എത്ര പീസ് ഉണ്ട്? ഇതെന്താ? ഇതിന്റെ ഫെറാറി 488ന്റെ ഇങ്ങനെയാണ് വരിക. ഈ ബുക്ക്ലെറ്റ് നോക്കിയിട്ട് ഇങ്ങനെ തുടങ്ങണം. അത്യാവശ്യം സമയം എനക്കത് ഇല്ലാത്ത സംഭവമാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് ഈ ചലഞ്ച് നമുക്ക് ബഹിഷ്കരിക്കാം. അതാ നല്ലത്. എനിക്ക് നടക്കൂല ഇത് നോക്കിയാ ഇതെനിക്ക് നടക്കൂല. അതായത് ഈ പീസസ് ഉണ്ടോ? ഈ പീസസ് ഇത് നോക്കിയിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് നോക്കിയിട്ട് എത്ര പേജ്? 200 പേജോ? ഇത് മൊത്തം ഓരോ പേജ് നോക്കിയിട്ട് വേണം ഇടാൻ വിട്ടു. എന്നെക്കൊണ്ട് നടക്കൂല പറയാം, എന്നെക്കൊണ്ട് നടക്കൂല. അതുകൊണ്ട് ചാലഞ്ച് ക്യാൻസൽ. സോറി ഗൈസ്. ചെറുതുണ്ടോ? അത് വേണം നോക്കാം. അത് നമുക്ക് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് ടൈം സെറ്റ് ആക്കാം. ഓക്കെ. അപ്പൊ എന്തായാലും താങ്ക് യു ബ്രോ. ഗിഫ്റ്റ് ബ്രോ. നിങ്ങൾക്ക് തിരക്കുണ്ടോ പോയിട്ട്? അന്ന് ഞാൻ ലൈവ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തോളാം. കുറച്ച് സമയം കൂടെ ഉള്ളൂ. സമയം എത്രയാണോ? 12 മണി ആയിട്ടില്ലല്ലോ. കുറച്ച് സമയം കൂടി ലൈവ് ചെയ്യാം. ബാ എനിക്ക് വേണ്ട. എന്റെ വായിൽ ചുരുങ്ങ. എടാ ചേർന്ന് തരുമോ മുനു? അത് വണ്ടിയിലുണ്ട്. എടാ മറ്റേ മൈക്കേടെ മാറ
Alright. Chat. ഇതെന്താ? കുറഞ്ഞ പീസ് 300 പീസ് Thank you. ഒന്നര ഉണ്ട്. ഇത് ഞാൻ വേണമെങ്കിൽ ട്രൈ ചെയ്യാം. കേസാണ് ക്ഷമമാണ് ഇല്ലേ അവസാനം കുറെ മുക്കാൽ എറിഞ്ഞു പൊട്ടിക്കേണ്ട കേസ് നല്ല ക്ഷമിച്ച് ചെയ്യണം എടാ ഒന്നാമത്തെ കാര്യം എനിക്ക് ക്ഷമയില്ല. അതൊരു ഇത് ചെയ്യാണ്ടിരിക്കുന്നത് നല്ലത്. തീറ്റ പണ്ടാരം മമ്മുവോ എഡിറ്റ് എടാ ചെക്കനെടാ എഡിറ്റർ ചെക്കനെടാ നീ ഒളിപ്പിച്ച ചോദിച്ചു നീ മാത്രം നിന്നു ആർക്കും കൊടുക്കണം. It SJSTA Vlogs donated 40 രൂപ. GR rank 1000 Tharu NJN next month Tara Amasatyam. എനിക്ക് 1000 തരാം. ഞാൻ നെക്സ്റ്റ് മന്ത് കേട്ടിട്ടുണ്ട്, കുറേ കേട്ടിട്ടുണ്ട്. നീ ഇവിടെ എൻ്റെ നേരിട്ട് വന്ന് വയ്ക്ക് മുന്നിൽ വെച്ച് അങ്ങനെയാണെങ്കിൽ നോക്കാം. ഇത് ആരോ മെസ്സേജ് അയക്കുന്നതായിട്ട് ഞാൻ പൈസ അയച്ചുതരാം. ആ പരിപാടിയിൽ ഞാൻ നിർത്തി പോരാം. എടാ ഇത് വളരെ സൂക്ഷിച്ച് എൻ്റെ അൽമാരി കൊണ്ടുപോയി. ഇത് മിസ്സാകരുത്, അല്ലെങ്കിൽ വേറെ എവിടെയും വെക്കണോ? നല്ല എക്സ്പെൻസീവ് സാധനമാണ്. എടാ ഈ ഹോട്ട് വീൽസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഇത് ഞാൻ കുറെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാ. കുറെ ആൾ ഇത് ലേലം വിളിക്കുന്നത് 2 ലക്ഷം റുപ്യക്ക് 1 ലക്ഷം റുപ്യക്ക് ക്രൈസുള്ള ആൾക്കാരുണ്ട്. ഇത് ലേലം വിളിച്ചിട്ട് 1 ലക്ഷം റുപ്യക്ക് 2 ലക്ഷം റുപ്യക്ക് എടുക്കണ ഈ കുഞ്ഞു സാധനം ഞങ്ങൾക്ക് അത്ഭുതമായി പോയത്. ഞാൻ കുറേ ആയിരിക്കും നിങ്ങളുടെ സാധനത്തിന്. എടാ അൽമാരിലോ ഓക്കെ ഹൃദയം ഡൊനേറ്റ് 40 രൂപ. റംബോ ലവ് യു മൂഡ് ഓഫ് ആയി ഇരിക്കുന്ന എന്തിനാ? ഓക്കെ റാംബോ ലവ് യു മൂഡ് ഓഫ് ആയി ഇരിക്കുന്നത് എന്തിനാന്ന് ചോദിക്കുന്ന റാംബോനോട് മൂഡ് ഓഫ് ആയിട്ട് എന്തിനാ ഇരിക്കുന്നത് ചോദിക്കുന്നുണ്ട്. ഇതൊന്നും എടുത്ത് മാറ്റിയാലോ? അല്ലെ വേണ്ട എടുക്കട്ടല്ല. എടാ ഒന്ന് കുറച്ച് ബാക്കിലേക്ക് വെക്കോ. ഞാൻ പിടിക്കണോ? റാംബോനോട് എന്താ മൂഡ് ഓഫ് എന്ന് ചോദിക്കുന്നുണ്ടാ ആൾക്കാർ. എടാ എന്താ കിട്ടുന്നെങ്കിൽ ഉള്ള പോലെ തുറന്നു പറ. നീ പൊട്ടണം പുതിയ പോലെ ഇരിക്കുന്നു, പഴം പൊഴിക്കാൻ പോലെ ഇരിക്കുന്നു. എന്താ സംഭവം? സ്റ്റാർ ബോയ് എന്താ? Badusha MK donated 40 രൂപ through Google Pay. എഡിറ്റർ ബ്രോ എന്തായി വീഡിയോ? എഡിറ്റർ ബ്രോ ചോദിക്കുന്ന എന്തായി വീഡിയോ നോക്കുന്നോ? അവിടെ ചെക്കനാണ് എഡിറ്റ് ചെയ്തോണ്ടിരിക്കുക. നീ ഫോണിൽ ചെയ്യുന്നത് അത് നീ അവിടെ ഇരുന്ന് ചെയ്തോ. കുറച്ച് ഇപ്പുറത്തിരുന്നു, അവിടെ ഇരുന്നോ. എടാ നമ്മളെ തൊട്ട് ബാക്കിൽ തന്നെ എഡിറ്റ് ചെയ്യുന്നുണ്ട്. ചെയ്ത് കഴിയുമ്പോൾ പറയും. ഓക്കെ ചെയ്ത് കഴിയുമ്പോൾ പറയും. ഇങ്ങനെ തിരക്കാക്കല്ലേ, പ്രഷർ കൊടുക്കല്ലേ, വെയിറ്റ് ആക്കുക. നീ ഏത് ക്ലിപ്പാന്ന് എഡിറ്റ് ചെയ്യുന്നത് അത് നീ നോക്കി ചെയ്തോ. ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചാൽ മതി. കഴിഞ്ഞോ? ഇല്ലല്ലോ. തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓക്കെ പറ എന്താ പരിപാടി പറ. രാമായണ ടീസറോ? അരെ ഈ ട്രെയിലറും ടീസറും കണ്ടു മടുത്ത് വേറെ പരിപാടി പറഞ്ഞ ഇതെന്താ ഒരു ട്രെയിലർ കാണാൻ പറയല്. ബാബ ടീസർ കണ്ടു. മറ്റേ വിശ്വ മ്യൂസിക്കിന്റെ പുതിയ പാട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ, അത് എന്തായാലും കേൾക്കണം പോലെ. നിന്നെ ഞാൻ അടിക്കുന്ന നടക്കണം ഈ വള്ളിയുടെ സോങ്ങിന് ലൈവിൽ ഇടല്ലേ. അല്ലെങ്കിൽ പിന്നെ ഇവ അറിഞ്ഞുകൊണ്ട് ഇതിങ്ങനെ ഇറക്കുന്നത് നെഗറ്റീവ് മാർക്കറ്റിംഗ് മാത്രം സംഭവം. അത് സ്ട്രാറ്റജി ആയിരിക്കും. ചിലപ്പോൾ അതായിരിക്കും. ഡിസ്കോഡ് കയറിയിട്ട് കുറെ ആയല്ലോ. ഡിസ്കോഡിൽ എന്തെല്ലാം നടക്കുന്നത്? ഡിസ്കോഡ് എനക്കും പനി വന്നട്ടോ. Names Tuber has donated 40 രൂപ. NKMZ Denigile driver AYITT vacancy Tharumu BR. ഇപ്പൊ ഡ്രൈവിംഗ് പഠിയാലും റാമ്പ് എടുക്കുന്നുണ്ട്. ഡ്രൈവറിന് അതിന് പ്രത്യേക വേറെ ആള് നമ്മളതിനെ ഹയർ ചെയ്യുന്നില്ല. ഡാമാസിൽ എഡിറ്ററും കൂടെ ഉള്ളൂ, വേറെ ആരും ഹയർ ചെയ്യുന്നില്ല. ചിലപ്പോൾ ഒരാളും കൂടെ അറിയും. ഓക്കെ ഞാൻ കണ്ടതിൽ ഒട്ടും എക്സൈറ്റിംഗ് അല്ലാത്തൊരാളാണ്. ഒരൊറ്റ കാര്യം പോലും തനിക്ക് അനുകൂലമായി സംഭവിക്കില്ലെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നതാണ്. അയാൾ ജീവിച്ചാലും മരിച്ചാലും ഒരു വ്യത്യാസവും ഇല്ലെന്ന് സ്വയം വിശ്വസിച്ചിരുന്നതാണ്. പക്ഷെ വായത്തിന് അയാൾക്ക് ഒരു അവസരം കിട്ടി. നഷ്ടപ്പെട്ട എല്ലാം തിരിച്ചു പിടിക്കേണ്ട ഒരു അവസരം. അയാൾ ആഗ്രഹിച്ച പോലത്തെ ഒരു ജീവിതവും. ഡബിൾ വീഡിയോ നല്ലായിരുന്നു, അടിപൊളിയായിരുന്നു.
താങ്ക് യു ബ്രോ, നല്ലൊരു വീഡിയോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരാളെ കണ്ട് ഞാൻ കണ്ടതിൽ കൂടി കാണാന്ന് വിചാരിച്ചിട്ടാ. മതിയോ? നല്ല എന്തോ ഒരു നല്ല സന്തോഷമെല്ലാം വരുന്നുണ്ടാവും കുറച്ച് ഡബ്ല്യൂ വീഡിയോ കാര്യം പറഞ്ഞ ഡിസ്കൗണ്ട് കയറാൻ പറഞ്ഞത് നല്ലൊരു തീരുമാനമായിരുന്നു. ഈ കണക്കൊന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല പിള്ളേരെ. ഗ്രൗണ്ടിൽ പോയി വല്ല ഫുട്ബോളും കളിക്കും. പോ എല്ലാം ഇറങ്ങിപ്പോ. പരീക്ഷയ്ക്ക് തോറ്റ കൊച്ചു മയിലുകളൊന്നും ഈ മാർക്ക് വീട്ടിൽ കൊണ്ടുപോയി കാണിക്കണ്ട. നല്ല അടി കിട്ടും. നിങ്ങൾ തന്നെ ഒരു ഒപ്പിട്ടിങ്ങ് തന്നാ മതി. എല്ലാവരും തുണ്ട് വെച്ച് പരീക്ഷ എഴുതിക്കും. പ്രിൻസിപ്പലിനെ ഞാൻ സ്റ്റാഫ് റൂമിൽ പൂട്ടിയിട്ടിട്ടുണ്ട്. നീ ഇത് കാണില്ല. ഇപ്പൊ മൊത്തം ഇൻസ്റ്റാ മൊത്തം ഇതാ വരുന്നത്. നല്ല റിയലിസ്റ്റിക് ആയിട്ട് പരിപാടി ചെയ്യുന്നത്. ഈസിയാ, ചെയ്യാൻ ഈസിയാ. തൊപ്പി അടിച്ചുപോലെ നിങ്ങളും മറ്റുള്ളവരുടെ തലയുടെ പുറകിൽ തമാശയ്ക്ക് അടിക്കുന്ന മൈരന്മാരാണോ? തലയുടെ പുറകിൽ ഇതുപോലെ ശക്തിയായി അടിച്ചാൽ നിങ്ങളുടെ ഉമ്പിയ ബ്രെയിൻസ് കളിനകത്തു നിന്നും ഇളകും. ഇത് നിങ്ങൾക്ക് തലവേദന, വിഷൻ ബ്ലർ, വൊമിറ്റിംഗ് കൂടാതെ ബ്രെയിനൽ ബ്ലീഡിംഗ് പോലുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. തലയ്ക്ക് അടിക്കുന്ന നിങ്ങളുടെ ഉമ്പിയ ഫ്രണ്ട്സിനും തൊപ്പിക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കൂ. ഇതുപോലുള്ള അറിവുകൾക്ക് ഡോക്ടർ ഡിങ്കുവിനെ ഫോളോ ചെയ്യൂ. കിട്ടാൻ കാത്തിക്കാൻ തോന്നലേ. അത്ര പാറിനെല്ലാം അടിക്കുന്ന അങ്ങനല്ല. നല്ല അടി അടിച്ചാലല്ല അങ്ങനല്ല. ഈ ഒരു അടിക്ക് കുഴപ്പമുണ്ടാവും. എടാ ഇത് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇത് വീഡിയോ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നത് ഇതിങ്ങനെ ഇതാക്കുന്നേ മനസ്സിലായി. ഇങ്ങനെ ആക്കുന്നതാ. അല്ലാണ്ട് അടി തുറന്ന് ഇങ്ങനെ അടിക്കണോ? അല്ല വേദനിപ്പിക്കും. വേറെ കാര്യം. പിന്നെ വേദന കാണും. പിന്നെ അല്ലെങ്കിൽ ഇപ്പൊ പഠിക്കൂല. ഞാൻ കാര്യം പറഞ്ഞു. ഞാൻ ഇടക്കിടക്ക് അടിക്കലുണ്ട്. പക്ഷെ അങ്ങനെ ഡാമേജ് ആവുന്ന ലെവലൊന്നും ഞാൻ അടിക്കലില്ല. പക്ഷെ ഇത് അമ്മ ഇവന്മാരെ നീ കിട്ടാൻ കാത്തിക്കുന്നേ തോന്നുന്നത്. ഇത് ആരാണ് ഡിങ്കുവോ? പിന്നീട് പാവി ചങ്ങാതി അലിൻജോസിനെ ഈ എന്തിനാടാ എല്ലാരും ഇങ്ങനെ അടിക്കുന്നത്? ഇങ്ങനെ ബുള്ളി ചെയ്യുന്നതിനാടാ എല്ലാരും പിടിച്ചതിനാണ് ബുള്ളി ചെയ്യുന്നതാണല്ലേ പാവം. പോയാ മതി. തുണിയില്ലാണ്ട് എന്താ പറഞ്ഞ അതാ വരുന്നുണ്ട്. SJP എന്നെല്ലാം പറഞ്ഞു. പെണ്ണുങ്ങളോ കേക്കുന്നില്ലല്ലോ. വർത്താനം കേൾക്കുമ്പോ ചിരി വരാൻ തുടങ്ങിയ കണ്ണട വരാ. തമാശ കളിക്കല്ല. ഇത് എപ്പോ ഉണ്ടല്ല. ഇത് ഈ നായ ഞാൻ സീനായിട്ട് ആലോചിച്ച് നോക്കിയാ ഇതൊരു എഡിറ്റ് ആയിട്ട് ഇറക്കാം. ഇത് നോക്കിയാ നീ ഭയങ്കര മാസാന്നല്ല ആള്.